ഒരിക്കല് കൗൺസിലിംഗിന്റെ ഇടയില് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴേ നല്ല വിറ്റ ഒരാളുടെ മൊബൈൽ ഫോൺ വാട്സപ്പിൽ ഭാര്യയുടെ ചാറ്റിൽ കാണുന്നത് മുളക് പൊടി, ഉപ്പ്, സോപ്പ് പൊടി, റീചാർജ്, പിന്നെയും മുളക് പൊടി, ഉപ്പ്, സോപ്പ് പൊടി, റീചാർജ്. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ. അതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങള്. വേറെ ഒന്നും അതിന്റെ ഇടയിൽ കാണുന്നില്ല. ഒരു കപ്പിൾ ഗാദറിംഗിൽ പറഞ്ഞു കൊടുത്ത സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഐ ലവ് യു എന്നൊക്കെ പറയാ, ഐ ലവ് യു എന്നൊക്കെ ഒന്ന് സെൻഡ് ചെയ്യാ. രാവിലെ തന്നെ ഗാദറിംഗ് ഒക്കെ കഴിഞ്ഞ് പോയ കപ്പിൾസിൽ ഒരാൾ വിളിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഡോക്ടറെ ഞാനിത് രാവിലെ വാട്സപ്പിൽ മൂപ്പർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. വൈകുന്നേരം വിളിച്ചവൾ അതിന്റെ റിപ്ലൈ തന്നു. ഉച്ചയായിട്ട് മൂപ്പര് അതിനൊരു റിപ്ലൈയും തന്നിട്ടില്ല. ഏകദേശം 3 മണിയൊക്കെ ആയപ്പോ തന്നെ ഡബിൾ ടിക്കൊക്കെ കണ്ട് ബ്ലൂ ടിക്കൊക്കെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, ഇത്രേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ, പക്ഷെ അവസാനം എഴുതിയ സാധനം ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാനില്ല എന്ന്. അവസാനം എഴുതിയത് എന്താ? ഐ ലവ് യു ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുവോ? അത് ഓന്റെ അടുത്തല്ലേ ഉള്ളത്. അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെയൊക്കെ കുറവാണ് ഈ കാണുന്നത്. നമ്മള് വീട്ടിൽ വന്നാൽ ഈ കലഹങ്ങളും ബഹളങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രം, അസ്വസ്ഥത മാത്രം കാണുന്ന മക്കള് സുഖം തേടി പോകുന്നതിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും? പക്വതയെത്താത്ത മക്കളാണ്. അഡോളസൻസ് പീരീഡ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്.